നമസ്കാരം. സുഖല്ലേ? ഓക്കെ. ആ ലൈറ്റ് ഇടുന്ന ചേട്ടന്മാരോട് ഒരു പ്രത്യേക അഭ്യർത്ഥനയുണ്ട്. ലൈറ്റൊക്കെ ഇത്തിരി കൂടുതൽ ഇട്ടേക്കണം. വന്നേക്കണമെന്ന് മനോജ് ഗിന്നസ് ആണ്. അല്ല, മനസ്സിലായില്ല. അല്ല, നല്ല കളറാണല്ലോ, ആൾക്കാരൊക്കെ ശരിക്കും ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞത്. എടാ, നീ കറുപ്പിനെ അങ്ങനെ കളിയാക്കേണ്ട കാര്യമില്ല. എന്താ? എടാ, കറുപ്പിന് 7 അഴകാണ്. പക്ഷെ ബാക്കി 93 വെളുപ്പിനാണ്. നീ എത്രയിലാ കൂട്ടിയേ? ഞാൻ 100-ൽ. ഞാൻ 10-ലാ കൂട്ടിയേ. 7 ഞങ്ങൾക്കും 3 നിങ്ങൾക്കും. എടാ, കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന. ഈ ആനയുടെ നിറം എന്താ? കറുപ്പല്ലേ? അത് സമ്മതിച്ചു. പക്ഷെ ആനയുടെ ശരീരത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സാധനമാണ് ആനക്കൊമ്പ്. അതിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണ്. ഈ കണ്ണിന്റെ കൃഷ്ണമണിയുടെ നിറം എന്താ? കറുപ്പല്ലേ? സമ്മതിച്ച്. പക്ഷെ ഈ കൃഷ്ണമണി ഇരിക്കുന്ന പ്രതലത്തിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. എടാ, പുരുഷ ലക്ഷണം മീശ. ഈ മീശ കറുപ്പല്ലേ? പക്ഷെ ഈ മീശയുടെ തൊട്ട് താഴെ ഇരിക്കുന്ന പല്ലിന്റെ നിറം വെളുപ്പല്ലേ? സമ്മതിച്ച്. മീശയുടെ കാര്യം ഒന്നും പറയണ്ട. വെളുത്ത മീശ വെച്ച ആൾക്കാരും ഉണ്ട്. വെളുത്ത മീശ എല്ലാവരും കറുപ്പിക്കാറ് പതിവ്, അല്ലാണ്ട് കറുത്ത മീശ ആരും വെളുപ്പിച്ചുകൊണ്ട് നടക്കാറില്ല. അത് ശരിയാണ്. വെളുപ്പിച്ചോ. നേരം വെളുത്ത ഈ വെളുക്കുമ്പോ കുടിക്കുന്ന ചായയിൽ ഒഴിക്കുന്ന പാലിന്റെ നിറം വെളുപ്പല്ലേ? പക്ഷെ ഈ പാല് കറക്കാൻ തന്നെ മുരുകനെണ്ണാച്ചി കറുപ്പല്ലേ? അല്ലേ? അത് കറക്റ്റാണ്. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരെ എടുത്തു നോക്ക്. അവരിട്ടേക്കണ കുപ്പായത്തിന്റെ നിറം വെളുപ്പല്ലേ? കുപ്പായം വെളുത്തോട്ടെ, പക്ഷെ അവരുടെ മനസ്സ് കറുപ്പല്ലേ? അല്ലേ? അത് ശരിയാണ്. വെളുപ്പിനെ കുറിച്ച് കറുപ്പിനെ കുറിച്ച് എത്ര പാട്ടാ ഉള്ളത്? എത്ര? എണ്ണക്കറുപ്പിന് 7 അഴക്, കറുപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്. വെളുപ്പിനെ കുറിച്ച് വല്ല പാട്ടുണ്ട്? വെളുപ്പിനെ പാട്ടുണ്ട്. ഏത് പാട്ട്? സുപ്രഭാതം. വെളുപ്പിനെ പാടുന്ന പാട്ടല്ലേ സുപ്രഭാതം? അങ്ങനെ ആണ് പറയണത്. ഞങ്ങൾ വെളുത്ത വർഗ്ഗക്കാർക്ക് കഴിക്കാനുള്ള മദ്യം വരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്ത് മദ്യം? വൈറ്റ് മിസ്റ്റീഫ്. അങ്ങനെയാണ് ഞങ്ങൾ കറുത്തവർക്ക് മദ്യം ഉണ്ട്. എന്തെന്ന്? ബ്ലാക്ക് ലേബൽ.